ഹലോ എവരി വൺ, എല്ലാവർക്കും ഷിജ്ലീസ് വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി ചിക്കൻ ആണ്. ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ചില്ലി ചിക്കൻ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കിലോ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലോട് കൂടിയ ചിക്കനും ഇത് തയ്യാറാക്കാനായിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. ഞാനതിനെ തീരെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ട മസാലകൾ ആദ്യം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചിക്കനിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർക്കാം. കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലോ കുറവോ ചേർക്കാവുന്നതാണ്. ഇനി ഈ ചിക്കനിലേക്ക് ആവശ്യമുള്ള ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർക്കാം. ഞാനിവിടെ കാശ്മീരി റെഡ് ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1.5 ടേബിൾ സ്പൂൺ മൈദയും ഇതിൻ്റെ ഒപ്പം ചേർക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ട കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 500 ഗ്രാം ചിക്കനിലേക്കാണ് ഒരു മുട്ട ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു 1/2 മണിക്കൂർ മുതൽ 3/4 മണിക്കൂർ വരെ ഇത് മാറ്റി വെക്കാം. അപ്പോഴേക്കും ഇതിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിക്കും. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ചിക്കൻ മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം ഒരു 1/2 മണിക്കൂറത്തേക്കെങ്കിലും. ആ നേരം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഗ്രേവിയിലേക്കുള്ള സാധനങ്ങളൊക്കെ തയ്യാറാക്കാം. ഞാനിവിടെ 1 വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചെറിയതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 പച്ചമുളകും, പിന്നെ എൻ്റെ കയ്യിൽ സ്പ്രിംഗ് ഒനിയൻ 2-3 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ വൈറ്റും ഗ്രീനും സെപ്പറേറ്റ് ആയിട്ട് അരിഞ്ഞു വെക്കണം. നമുക്ക് ഗ്രീന് ഏറ്റവും അവസാനം ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേണ്ടത്. പക്ഷേ ഈ സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് നമുക്ക് കറിയിലേക്ക് ആദ്യം വഴറ്റിയിട്ട് എടുക്കാനായിട്ട് വേണം. അപ്പോൾ അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് അരിഞ്ഞെടുത്ത് വെക്കാം. ഇനി നമുക്ക് സവോള മുറിച്ചെടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവോളയും ഒരു ചെറിയ സവോളയും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ക്യൂബ്സ് ആയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. അതുപോലെ തന്നെ ക്യാപ്സിക്കം ക്യൂബ്സ് ആയിട്ട് മുറിച്ചെടുത്ത് വെക്കാം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ചിക്കൻ ഫുള്ള് വേവുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കാരണം നമ്മൾ ഗ്രേവി ആക്കി കഴിയുമ്പോൾ പിന്നെ 1-2 മിനിറ്റ് മാത്രമാണ് ചിക്കൻ ഗ്രേവിയിലിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ പിന്നെ വേവ് കുറവാണെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. പാൻ ചൂടാകുമ്പം അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ അളവിനനുസരിച്ച് 2-3 ബാച്ചായിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തിട്ടെടുക്കാനായിട്ട്. ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് തീ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചേർത്തിരിക്കുന്ന കോൺഫ്ലവറിൻ്റെയും മൈദയുടെയൊക്കെ കോട്ടിങ് പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. ചിക്കൻ്റെ ഉൾഭാഗം ഒട്ട് വേവത്തുമില്ല. അപ്പോൾ അക്കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു സോസിൻ്റെ മിക്സ് തയ്യാറാക്കാനുണ്ട്. അതിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ സോയാ സോസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ചില്ലി സോസാണ്. നിങ്ങളുടെ കയ്യിൽ ചില്ലി സോസ് ഇല്ലെങ്കിൽ ഇതിലേക്ക് ചില്ലി പേസ്റ്റോ അല്ലെങ്കിൽ മുളക് പൊടിയാണെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് ടൊമാറ്റോ കെച്ചപ്പാണ്. ഇനി ഇത് മിക്സ് ചെയ്യാനായിട്ടൊരു ബൗൾ എടുക്കുക. ആ ബൗളിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് സോയാ സോസ് ചേർക്കാം. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ സോയാ സോസാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുക.
ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുതൽ 2 ടീസ്പൂൺ വരെ ചില്ലി സോസ് ചേർക്കുക. ചില്ലി സോസ് എപ്പോൾ ചേർക്കുമ്പോഴും നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ഒക്കെ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് കട്ടകളൊന്നുമില്ലാതെ മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് തിക്കായിട്ടുള്ള ഗ്രേവിയുള്ള ചില്ലി ചിക്കനാണ്. അതല്ല നിങ്ങൾക്ക് സെമി ഗ്രേവി ടൈപ്പാണ് വേണ്ടതെങ്കിൽ ഇപ്പം ചേർത്ത കോൺഫ്ലവറിൻ്റെ അളവ് കുറയ്ക്കുക. അതായത് 1.5 ടേബിൾ സ്പൂൺ എന്നുള്ളത് ഒരു 3/4 ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാകും. ചിക്കൻ്റെ ഒരു സൈഡ് വെന്തപ്പോൾ ഞാൻ മറ്റേ സൈഡും കൂടെ മറിച്ചിട്ട് കൊടുത്തിരുന്നു. ഇപ്പോൾ 2 സൈഡും നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഉൾഭാഗം നന്നായിട്ട് വേവുകയും വേണം, പുറം ഇച്ചിരി നന്നായിട്ട് മൊരിഞ്ഞിരിക്കുകയും വേണം. ആ ടൈമിലാണ് നമ്മളിത് വറുത്ത് കോരേണ്ടത്. ഇനി നമുക്ക് അടുത്ത ബാച്ചും ഇതുപോലെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഞാനിവിടെ 2 ബാച്ചായിട്ട് ചിക്കൻ ഫുള്ള് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെക്കുക. ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച സെയിം എണ്ണ തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കത് താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ആയിട്ട് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കണം. നമുക്കിതിലേക്ക് ആദ്യം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റില്ലേ, വൈറ്റ് ഭാഗം മാത്രം കട്ട് ചെയ്ത് വെച്ചിരുന്നില്ലേ, അത് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇത് ചെറുതായി ഒന്ന് വഴണ്ട് വരുമ്പോൾ നമ്മൾ പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇതിൻ്റെ ഒപ്പം ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. വെളുത്തുള്ളി ഇഞ്ചിയും ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും ക്യാപ്സിക്കവും ഇതിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് വഴറ്റാം. ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി, അധികം നേരം ഇട്ട് വഴറ്റിയെടുക്കണ്ട. പിന്നെ തീ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടുക. അതായത് ഈ ചൈനീസ് ഡിഷൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളെപ്പോഴും തീ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി, അല്ലാതെ അങ്ങ് വെന്ത് കുഴഞ്ഞു പോകുന്നു വേണ്ട. ഇത് ഞാനിതിലേക്ക് എടുത്തു വെച്ചിരുന്ന 2 പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ നിങ്ങളുടെ എരിവിൻ്റെ ഇതിനനുസരിച്ച് മാറ്റം വരുത്താം. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോസിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും, അതുകൊണ്ട് ഇപ്പം തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി നമ്മൾ ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. അപ്പോഴേക്കും നമ്മുടെ കറി റെഡിയാകും. അതായത് ആ കോൺഫ്ലവറും പിന്നെ ആ ചേർത്ത സോസിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയാൽ മാത്രം മതി. അധികം നേരം ഇട്ട് വേവിച്ചെടുക്കേണ്ട കാര്യമില്ല. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീന് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ വെളുത്ത എള്ളം ഉണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഇതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. എള്ള് ചേർത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഫ്ലേവറും കൂടെ ചേർന്നിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതിന്. അതുകൊണ്ടാണ് എള്ളുണ്ടെങ്കിൽ എള്ള് ചേർത്ത് കൊടുക്കുക. നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ചില്ലി ചിക്കന് നല്ല നിറമല്ലേ, അപ്പം ഒരു നുള്ളു കളർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് കിട്ടുന്ന സെയിം ടൈപ്പ് തന്നെ നമുക്ക് കിട്ടും. ഇത് ചേർക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഈ പാർട്ട് പൂർണ്ണമായിട്ടും സ്കിപ്പ് ചെയ്യുക. ഞാനിവിടെ എൻ്റെ മോന് ചിക്കൻ വറുത്ത് വെച്ച സമയത്ത് അത് കുറച്ചെടുത്ത് മാറ്റി വെച്ചിരുന്നു. അവൻ ഈ ചില്ലി ചിക്കൻ കഴിക്കില്ല. അപ്പോൾ പിന്നെ എന്തു വന്നാലും നല്ല കളറൊക്കെ ആയിട്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈലെന്നല്ല ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു കളർ ചേർത്തത്. കളറും കൂടെ ചേർത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്ക് പറയാനായിട്ട് മറക്കരുത്. അപ്പോൾ വേറൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.